ആരാധകർക്ക് പൊതുവായൊരു സ്വഭാവമുണ്ട്. തങ്ങളുടെ ഇഷ്ട താരങ്ങളുടെ പേരിന് മുമ്പിൽ വിശേഷണങ്ങൾ കൂട്ടി വിളിക്കുന്നത്. ബിഗ് ബി, കിങ് ഖാൻ, ഉലകനായകൻ, ഇളയ ദളപതി, സ്റ്റൈൽ മനൻ, ഇക്ക, തല, അങ്ങനെ നീണ്ടു പോകുന്നു വിളിപ്പേരുകൾ. സിനിമയിൽ മാത്രമല്ല, ആസ്വാദകർ ഏറെയുള്ള സ്പോർട്സിലും സ്ഥിതി സമാനമാണ്. കിങ് കോഹ്ലി എന്നാണ് സാധാരണ വിരാട് കോഹ്ലിയെ ആരാധകർ വിളിക്കാറുള്ളത്. ഇനി തന്നെ അങ്ങനെ കിങ് ചേർത്ത് വിളിക്കരുതെന്ന് ആരാധകരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വിരാട്. ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന RCB അൺബോക്സ് പരിപാടിയിലായിരുന്നു കോഹ്ലിയുടെ പ്രതികരണം. കിങ്ങിനെ എന്തു തോന്നുന്നു എന്ന അവതാരകൻ ഡാനിഷ് സേത്തിന്റെ ചോദ്യത്തിലാണ് കോഹ്ലിയുടെ മറുപടി. എന്നെ കിങ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിർത്തണം. എല്ലായ്പ്പോഴും ആ പേര് വിളിക്കുന്നത് നാണക്കേടാണ്. തന്നെ വിരാട് എന്ന് വിളിച്ചാൽ മതിയെന്ന് താരം ആരാധകരോടും അഭ്യർത്ഥിച്ചു. പക്ഷേ കിങ് എന്ന് വിളിച്ച് വഴക്കമുള്ള ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതത്ര എളുപ്പമായിരിക്കില്ല എന്നത് ഉറപ്പാണ്. ഇതിനു മുന്നേ ക്രിക്കറ്റിന്റെ ദൈവമെന്ന് വിളിക്കുന്നത് നിർത്തണമെന്ന് ആരാധകരോട് സച്ചിൻ ടെണ്ടുൽക്കറും അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് ഒരു ദശകത്തിന് ശേഷവും ആളുകൾ ക്രിക്കറ്റിന്റെ ദൈവം എന്ന് തന്നെയാണ് സച്ചിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ എത്ര തന്നെ ആരാധകരോട് അഭ്യർത്ഥിച്ചാലും മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതവർ നിങ്ങൾക്കും ക്രിക്കറ്റിനും നൽകുന്ന സ്നേഹമാണ്. ഓസ്ട്രേലിയൻ നിവാസിയായ കുനാൽ ഗാന്ധി എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനാണ് ആദ്യമായി കോഹ്ലിയെ കിങ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് ഇദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 2014 ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ കോഹ്ലിക്ക് ഒരു ജേഴ്സി സമ്മാനിക്കാൻ ആഗ്രഹിച്ചപ്പോൾ മതിയായ വിശേഷണമില്ലാതെ കോഹ്ലിയുടെ പേര് മാത്രം എഴുതാൻ ഒരു സുഖം തോന്നിയില്ല. പെട്ടെന്ന് കിങ് എന്ന വാക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. കിങ് കോഹ്ലി എന്ന് എഴുതിയ ഒരു ജേഴ്സി വിരാടിന് അയാൾ സമ്മാനിച്ചു. ജേഴ്സിയിൽ വിരാട് തന്റെ ഓട്ടോഗ്രാഫ് നൽകി. ആളുകൾ പിന്നീട് കോഹ്ലിയെ കിങ് കോഹ്ലി എന്ന് വിളിക്കാൻ തുടങ്ങി എന്നായിരുന്നു ഇദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്.